കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ എല്ലാവരും യെരൂശലേമിൽ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. അതനുസരിച്ച് അവരെല്ലാവരും ജാഗ്രതയോടുകൂടി ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി കാത്തിരുന്നു. അതിൻ്റെ അവസാനമാണ് പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ആവസിക്കുന്നതായി പുസ്തകത്തിൽ വായിക്കുന്നത്. അതിനെ അനുകരിച്ചും അതിൽ പങ്കുചേർന്നുമാണ് ക്രിസ്തീയ സഭ ഈ കാത്തിരിപ്പ് നടത്തുന്നത്. ന്യായാവധിയിലുള്ള മാർ ബസേലിയോസ് ായി സാധാരണ നടക്കുന്ന പ്രാർത്ഥനകൾക്കും പ്രത്യേക ശുശ്രൂഷകൾക്കും അനുബന്ധമായിട്ടാണ് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും ഈ കാത്തിരിപ്പിൻ്റെ ഒരു പ്രത്യേക അവസരം ഒരുക്കിയിരിക്കുന്നത്. സഭയുടെ തന്നെ പ്രാർത്ഥനകളും ഗാനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിൽ പകർച്ചവ്യാധി മൂലം വളരെയേറെ ആളുകൾ വലിയ ഭീതിയിലും ദുഃഖത്തിലും മരണഭയത്തിലും കഴിയുന്ന ഈ സന്ദർഭത്തിൽ അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് സകലത്തിന്മേലും ആവസിച്ച് എല്ലാത്തിനെയും രൂപാന്തരപ്പെടുത്തുന്നു. നന്മയിലേക്കും പ്രകാശത്തിലേക്കും നമ്മുടെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും നമുക്ക് നല്ല അനുതാപത്തോടും വിനയത്തോടും കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രത്യേക ശുശ്രൂഷ സംവിധാനം ചെയ്യാൻ മുൻകൈയെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട വിജേഷ് തിരുപ്പച്ചനാണ്. അതുപോലെ തന്നെ ഈ ബസേലിയോസ് ദേറായിലെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട ജോർജ് ഫിലിപ്പച്ചനും സഹോദരന്മാരും എല്ലാം ഇതിൻ്റെ ക്രമീകരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ദൈവസന്നിധിയിൽ നമുക്ക് വിനയത്തോടു കൂടി പ്രാർത്ഥിക്കാം. അഗ്നിനാവുകളുടെ രൂപത്തിൽ വിശുദ്ധ ശ്ലീഹന്മാരിൽ മാളികയിൽ വെച്ച് ഇറങ്ങിയിരുന്ന ധീരമായ ജ്ഞാനത്താൽ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിച്ച ആശ്വാസപ്രദനായ വിശുദ്ധ റൂഹ, നിന്റെ നിർമ്മലങ്ങളാവുന്ന സൗഭാഗ്യകിരണങ്ങളാൽ ഞങ്ങളെയും പ്രകാശിപ്പിക്കണമേ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനുള്ളതുമായ സ്ഥലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സൽഗുണപൂർണ്ണതയിലേക്ക് നയിക്കണമേ. ജീവന്റെ പൂർണ്ണത ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ക്രിസ്തുവിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ നിരന്തരം ധരിപ്പിക്കുകയും അവരെ പോലെ ആയിത്തീരുവാൻ സഹായിക്കുകയും ചെയ്ത് ഞങ്ങളെ പൂർത്തീകരിക്കണമേ. ലോകത്തിന്റെ കുറവുകളെ പരിഹരിച്ച് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അതിനെ നയിക്കാൻ ഞങ്ങൾക്ക് വിനയവും വിശുദ്ധിയും ഉത്സാഹവും നൽകണമേ. ഞങ്ങളെല്ലാ സമയത്തും നിന്നെയും നീ ആരിൽ നിന്ന് പുറപ്പെടുന്നുവോ പിതാവിനെയും നീ ആരിൽ നിന്ന് എടുക്കുന്നുവോ ആ പുത്രനെയും നവീനമായി സ്തുതിക്കുമാറാകണമേ. സന്നിധിയിൽ അക്ഷയണപ്പാനും നാഥ എന്നെ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ.
മൗനം ദീക്ഷിക്കാതെ സമാധാനത്തോടതു വാഴണമേ. കൃപയുള്ളോനേ റൂഹായേ, വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻഹിതമെന്നേ കാണേ. സമല മനസ്സിൽ പാർക്കണമേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. നിന്നാവാസത്തായി ഞങ്ങളെയെല്ലാം ഐക്യത്തിൽ ആദിമസഭയെ പോലിന്നും നിൻ രാജ്യമതാക്കിയിടണമേ. ഇന്നാളുകളിൽ ഭൂമിക്ക് ഏറ്റൊരു മുറിവിനെ മാറ്റിടുവാൻ, സൗഖ്യം ജീവനുമേകിടുവാൻ റൂഹായേ വന്നിടണമേ. ശക്തിയെ സമ്പാദിക്കാനായി നോക്കി പാർത്തൊരു സംഘത്തെ റൂഹായാൽ ജ്വലിപ്പിച്ചതുപോൽ ഞങ്ങളെയും ബലപ്പെടുത്തണമേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. പരിശുദ്ധാത്മാവേ വന്ന് സ്നേഹത്തിൻ നിറവേകണമേ. ശത്രുവിനെയും സ്നേഹിപ്പാൻ മനസശുദ്ധി നിറയ്ക്കണമേ. മാമോദീസായിൽ റൂഹ നൽകിയ പാവന വസ്ത്രത്താൽ കവചം തീർത്തതിനുള്ളിൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. തിന്മയെഴും കാഴ്ചയിൽ നിന്നും നാശത്തിൻ കേൾവിയിൽ നിന്നും റൂഹാ നിന്നാവാസത്താൽ നാൾതോറും കാത്തിടണമേ. സൃഷ്ടിക്കും പുനഃസൃഷ്ടിക്കും ഉദിനിറച്ചൊരു റൂഹായാൽ അദൃശ്യമതാം പോരാട്ടത്തിൽ ജീവശ്വാസം പകരണമേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ലേഖനം 5-ാം അധ്യായം 16-26 വരെയുള്ളവർ പറഞ്ഞു. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം ഏൽപ്പിക്കുകയില്ല എന്ന് ഞാൻ പറയും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും.
നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തതിലും അവർ പ്രിയരല്ലേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുമെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് പ്രിയമുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദൂർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാതശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെളുക്കൂട്ട് മുതലായവയെ ഒഴിവാകും. ഈ വഴി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലവും സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ വിശ്വസിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പൂർണ്ണം വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് ദുരാഗ്രഹങ്ങളായത് ആഹാരം പാർക്കുന്നു. സുവിശേഷം 14-ാം അധ്യായം. പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ വിശ്വസിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പൂർണ്ണം വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് ദുരാഗ്രഹങ്ങളായത് ആഹാരം പാർക്കുന്നു. ഹൃദയത്തെ സൃഷ്ടിക്കണമെന്നിൽ എന്നിൽ പുതുതാക്കുക സുസ്ഥിരമാം റൂഹായേ. ഹല്ലേലൂയ. സുവിശേഷം 14-ാം അധ്യായം 16-21 എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിന് അവനെ നിൽക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കറിയാത്തവല്ലാത്ത യൂദ യേശുവിനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു ഈ ലോകത്തിനല്ല നിങ്ങൾക്കത്ര എന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കുന്നു. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. നിങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ്. ഓരോ വർഷവും നമ്മൾ സ്വർഗാരോഹണത്തിൽ പെന്തിക്കോസ്തിക്കും ഇടയ്ക്കുള്ള 10 ദിവസങ്ങൾ പ്രത്യേകമായി കാത്തിരിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്ത പ്രകാരവും ശിഷ്യന്മാർ അനുഷ്ഠിച്ച പ്രകാരവുമാണ്. എന്നാൽ അതിനുശേഷമുള്ള സഭയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം നിരന്തരം കാത്തിരിക്കണം. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമാണ്. പരിശുദ്ധാത്മാവ് സൃഷ്ടിയുടെ ആരംഭം മുതൽ അതിനെ നിരന്തരം നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ സൃഷ്ടിയുടെ പൂർത്തീകരണത്തിലേക്കാണ് പരിശുദ്ധാത്മാവ്
നമ്മയും സൃഷ്ടിയെ മുഴുവനും നയിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ എല്ലാവരും തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ പ്രത്യേകമായ ചുമതലയാണ്, ധർമ്മമാണ്. അത് കർത്താവാകുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ തിരിച്ചറിഞ്ഞപ്പോഴാണ് പത്രോസ് ശ്ലീഹയും മറ്റും മനസ്സിലാക്കുന്നതും കർത്താവിനെ കാണുന്നതിന് അടുത്തിരുന്നതിന് വേണ്ടി ചാടി ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇത് പരിശുദ്ധാത്മാവാകുന്നു. എവിടെ നന്മ കാണുന്നു, എവിടെ സത്യം തെളിയുന്നു, എവിടെ പ്രകാശവും ഔദാര്യവും സ്നേഹവും ആതിഥ്യവും നിലനിൽക്കുന്നു, അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. എല്ലാ നല്ല ഫലങ്ങളും പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം തിരിച്ചറിയും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നാം ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്യണം, വിളിക്കണം. ഇൻവൊക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിരന്തരമായിട്ട് കൈകളുയർത്തി പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ ആവസിക്കണമേ, ഈ ലോകത്തിൽ നിവസിക്കണമേ, ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും സഭയുടെ പ്രത്യേകമായ ധർമ്മമാണ്. ആത്മാവിനെ തിരിച്ചറിയുക എന്നുള്ളതും ആത്മാവിനെ വിളിക്കുക, ആഹ്വാനം ചെയ്യുക എന്നുള്ളതും. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനവും പരിശുദ്ധാത്മാവിനോടുള്ളതായ ആ സമ്മർദ്ദമില്ലെങ്കിൽ സഭയില്ല. പ്രശസ്തരായ വേദപണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് പോലെ കർത്താവ് സഭ സ്ഥാപിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നാൽ അതിനെ നിരന്തരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം അങ്ങനെ പരിശുദ്ധാത്മാവ് അതിനെ നിരന്തരം സംഘടിപ്പിച്ചില്ലെങ്കിൽ സഭയില്ല. അതുകൊണ്ട് ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാം, ആത്മാവിനെ നിരന്തരമായിട്ട് നമുക്ക് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കർത്താവ് പഠിപ്പിച്ചു, സകല സത്യത്തിലേക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും എന്ന് തന്നെ ശ്ലീഹന്മാരോടാണ് പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് അവരെ പഠിപ്പിച്ചു, എന്തെല്ലാം അവർ വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ടും കർത്താവ് പറയുന്നത് ഇനിയും സത്യത്തിൻ്റെ പല മുഖങ്ങളും വെളിപ്പെടാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. വിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സകലത്തെയും പൂർത്തീകരിക്കുന്നു. പെർഫെക്റ്റിംഗ് എനർജി. നമ്മൾ നമ്മുടെ സൃഷ്ടിക്ക്, ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് കുറവുണ്ട് എന്നല്ല നാം പറയുന്നത്. ഒരു കൊച്ചുകുട്ടി, 1 വയസ്സുള്ള ഒരു കുട്ടി പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ആ 1 വയസ്സിൻ്റെ സമ്പൂർണ്ണത ആ കുട്ടിക്കുണ്ട്. അതിൽ തന്നെയാണ് പൂർണ്ണമാണ്. അതുകൊണ്ടാണ് കർത്താവ് കുഞ്ഞുങ്ങളെ എടുത്ത് ആശ്ലേഷിക്കുകയും കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്ത് നിങ്ങൾ ഇവരെ പോലെ തിരിഞ്ഞ് വരണം, എങ്കിലേ ദൈവരാജ്യം നിങ്ങൾ അവകാശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സൃഷ്ടി നാം എല്ലാവരും എന്തെല്ലാം നമ്മൾ പഠിച്ചാലും എന്തെല്ലാം ഗ്രഹിച്ചാലും എന്തെല്ലാം സത്യം വെളിപ്പെട്ടാൽ വീണ്ടും നമ്മൾ പ്രയാണത്തിലാണ്. ആ പ്രയാണം സത്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്, തീർത്ഥാടനമാണ്. ഈ ദിവസങ്ങളിൽ വിശുദ്ധാത്മാവ് നമ്മോട് കൂടി നമ്മെ നയിക്കുന്നു. കർത്താവിനെ കണ്ടെത്തുകയാണ് ആ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കാം, നിരന്തരമായി കാത്തിരിക്കാം. വന്നവരും വരുന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവരാകും. വരുന്നവന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് പരിശുദ്ധാത്മാവാണ്. കാത്തിരിപ്പിനെ നമ്മെ സഹായിക്കുന്നത്. ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ വഴി നടത്തട്ടെ. ഈ പ്രത്യാശയും ഭാവിയെക്കുറിച്ചുള്ളതായ പ്രകാശപൂർണമായ ദർശനവും നമ്മളിൽ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. കർത്താവേ, എൻ പ്രാർത്ഥനയാ
സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. കൃപയുള്ളോന റൂഹായേ, വീണ്ടും പുതുതാക്കണമെന്നിൽ നിൻഹിതമവനെന്നെ കാണി സമല മനസ്സിൽ പാർക്കണമേ. കൃപയുള്ളോന റൂഹായേ, വീണ്ടും പുതുതാക്കണമെന്നിൽ നിൻഹിതമവനെന്നെ കാണി സമല മനസ്സിൽ പാർക്കണമേ. നമുക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും പകർച്ചവ്യാധിയുടെ വലിയ ദുഃഖത്തിലും ഭാരത്തിലും ഭീതിയിലുമായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെയും അവരെ പരിചരിക്കുന്നവരെയും അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെയും നമുക്ക് പ്രാർത്ഥിക്കാം. അറിയാമിറങ്ങുന്ന പരിശുദ്ധാത്മാവേ, സ്ത്രീഹന്മാരെ ശക്തിപ്പെടുത്തുകയും സഹോദരന്മാരെ സഹിഷ്ണുതയിലും പ്രത്യാശയിലും സന്തുഷ്ടിയും ചെയ്ത പരിശുദ്ധാത്മാവേ, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, ആത്മധൈര്യത്തെ തളർത്തുന്ന സകല ദുഷ്യന്തകളെയും ദൂരീകരിച്ച് ഞങ്ങളെ പുതുതാക്കണമേ. പരിശുദ്ധാത്മാവേ, ദുഷ്ടന്മാരോടുകൂടും ദയാലുവായ കർത്താവേ, അവഗണനയും അപമാനവും അനീതിയും അനുഭവിക്കുമ്പോൾ രൂപപ്പെടുന്നതായ വെറുപ്പിന്റെ വൈറസുകളെ നശിപ്പിച്ച് ജീവശ്വാസമൂതി ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കണമേ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കർത്താവേ, പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ആഴിയെയും ആകാശത്തെയും സകലത്തെയും ആർദ്രതയോടും സാഹോദര്യത്തോടും കാണുവാനും കരുതുവാനും ഞങ്ങളിൽ സ്നേഹം നിറച്ചു തരണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അതിവിത്തുകാരും അവഗണിക്കപ്പെടുന്നവരും അശരണരും യാതനകളും വേദനകളും അറിഞ്ഞ് അനുഭവിക്കുന്ന യാതനകളും വേദനകളും അറിഞ്ഞ് പ്രവർത്തിക്കുവാനും അവരെ സഹായിക്കുന്ന സകല പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങളെ സഹായിക്കാനും സകലരെയും സ്ഥലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, യോനിയാകുന്ന ഭൂമിമാതാവിന്റെ ആരോഗ്യത്തെ പ്രതി ആത്മാവും ആത്മയും അവസാനിപ്പിക്കാനുള്ള വിനയവും വിവേകവും നിങ്ങൾക്ക് നൽകണമേ. ഊർജായക്കൂടെ വിവിധ രോഗങ്ങൾ കഴിയപ്പെട്ടത് സ്നേഹവ്യഞ്ജനങ്ങൾ ഉണ്ടായി സൗഖ്യപ്പെടുത്തുക. ബന്ധുമിത്രാദികൾക്കും ആരോഗ്യപ്രവർത്തകർക്കും ശക്തി വളരെ പ്രതിരോധ ശക്തിയെ ജീവിപ്പിക്കുന്ന ഹൃദയം നിങ്ങൾക്ക് നൽകുകയും വൈറസിനെ അതിജീവിക്കുവാനുള്ള സകല പരിശ്രമങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്നാത്മാവിനുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ. മൗനം ദീക്ഷിക്കാതെ സമാധാനത്തോടതു വാഴണമേ. കർത്താവേ, ദുശ്ചിന്തകൾ
പാപവികാരങ്ങളുമറ്റ കളവില്ലാത്തൊരു നിർമ്മലമാ ചിത്തമെനിക്ക് കീഴണമേ. സച്ചിന്തകൾ സദ്വചനങ്ങൾ നന്മകളെന്നിവയോരോന്നും എപ്പോഴും ഉണ്ടായിടുന്ന നിർമ്മല ചിത്രം നൽകണമേ. സച്ചിന്തകൾ സദ്വചനങ്ങൾ നന്മകളെന്നിവയോരോന്നും എപ്പോഴും ഉണ്ടായിടുന്ന നിർമ്മല ചിത്തം നൽകണമേ. ശുദ്ധമാമോദിസായ ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ച പരിശുദ്ധാത്മാവേ, വീണ്ടും വീണ്ടും ഞങ്ങളെ ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കണമേ. ദൈവസ്നേഹം കൊണ്ടും മനുഷ്യസ്നേഹം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. നിശബ്ദമായ ഹൃദയസ്പർശമാമൃതം പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, അടങ്ങാത്ത പശ്ചാത്താപം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സകലരുടെയും ഇടയിൽ സുവിശേഷാനുസൃതം സാക്ഷി ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെയും പദ്ധതികളെയും രാഷ്ട്രങ്ങളെയും ഏർപ്പെടുന്ന സകല സ്ഥാപനങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിപ്പിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ ചുറ്റുമുള്ളവരും ആത്മാവിൻ്റെ ഫലം സമൃദ്ധമായി പുറപ്പെടുവിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ജ്വലിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പൂർത്തീകരിക്കണമേ, ശക്തീകരിക്കണമേ. ആത്മാവെ ഞങ്ങളിൽ ജ്വലിച്ച് ജ്ഞാനത്തിലും സാക്ഷ്യത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദുരിതകാലത്തെ ആശ്വാസദാതാവായി സൗഖ്യവും മോചനവും നൽകി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിന്നെ ഇനി ആരും പുറപ്പെടുന്ന പിതാവിനെ ഞാനും നിന്നെടുക്കുന്നു മഹത്വപ്പെടുത്തുന്നതാകണമേ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സൃഷ്ടിയായ ഭൂമിയുടെ മേലും സകലമേറ്റങ്ങളുടെ മേലും ജീവജാലങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.